നമുക്ക് ഓൺഗോയിങ് സൈറ്റുകളുണ്ടോ, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളിത് ചെയ്യുന്നത്. ഇതൊരു റൂട്ട് ലൈൻ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. റൂട്ട് ലൈൻ ഡിസൈൻ എന്ന് പറയാൻ കാര്യം നമ്മുടെ ഒരു ആർച്ച് പോലെ, ഈ ആർച്ച് ഡിസൈനൊക്കെ മുന്നേ നമ്മുടെ വീടുകളിൽ ചെയ്തിരുന്നു. ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തി വന്നതുപോലെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള കർവി ഡിസൈൻസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടില്ലേ, ഇതുപോലുള്ള കർവി ഡിസൈൻസ്. ഒന്നാമത്തെ കാര്യം, കൃത്യമായിട്ട് നിങ്ങളുടെ ഭൂമിക്കനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. കമ്പി ആയിക്കോട്ടെ, ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന സിമൻ്റ് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം സ്പെക്കാണ് നമ്മൾ നിങ്ങൾക്ക് തരിക. നമസ്കാരം. നമ്മുടെ ഈ ആർക്കിടെക്ചറൽ ഡിസൈനിങ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പല ആൾക്കാരും ചോദിച്ചു, നമുക്ക് ഓൺഗോയിങ് സൈറ്റുകളുണ്ടോ, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളിത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 മിനിറ്റ് ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് കൺവേ ചെയ്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിൽ നിന്ന് തന്നെ നമ്മളൊരു പ്രൊജക്റ്റ് കാണിച്ചുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് വിചാരിച്ചു. ഉള്ളത് നമ്മുടെ കോട്ടയം ജില്ലയിൽ സംക്രാന്തി, നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ആർപ്പൂക്കര അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിനടുത്തൊക്കെയുള്ള ഒരു സൈറ്റാണ് ഇതുള്ളത്. 5 BHK ആയിട്ട് ചെയ്യുന്ന 3900 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ്. നമ്മുടെ ആർക്കിടെക്റ്റ് അനന്തൻ ഇത് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. അനന്തനെ നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ വന്നു കഴിയുമ്പോൾ കാണിച്ചു തരാം. കാരണം വെച്ചാൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എക്സ്പെർട്ടൈസ് ആളാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഏകദേശ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കൺസൾട്ടിംഗ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീട് കാണിച്ച് തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓരോ വീടിനും ഓരോ ആർക്കിടെക്ചറൽ സ്റ്റൈലുണ്ട്. ഞാൻ നമ്മുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ വീഡിയോ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങളെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്ന പ്രൊജക്റ്റുകളാണ് കൂടുതലും ചെയ്യുന്നത്. കാര്യം ആർക്കിടെക്ചറൽ ഡിസൈൻസ് എപ്പോഴും നമ്മളെ എക്സൈറ്റ് ചെയ്യിച്ചാൽ മാത്രമേ പ്രൊജക്റ്റ് ബെസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കൂ എന്നാണ് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്. ഇതൊരു റൂട്ട് ലൈൻ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. റൂട്ട് ലൈൻ ഡിസൈൻ എന്ന് പറയാൻ കാര്യം നമ്മുടെ മരത്തിൻ്റെ വേര് നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ വിചാരിക്കുന്ന പോലെയല്ല പോകുന്നത്. അതെല്ലാം കൃത്യമായിട്ടുള്ളൊരു ഒരു കോപ്പി ബുക്ക് ശൈലികളൊന്നും തന്നെയില്ല, അങ്ങനെ അങ്ങ് വളരും എന്ന് പറഞ്ഞ പോലെ ഒരു എൽഎസ് ആയിട്ടുള്ള ഒരു റൂട്ട് ലൈൻ ഡിസൈനാണ്. റൂട്ട് ലൈൻ ഡിസൈൻ ആർക്കിടെക്ചറൽ എന്നുള്ള രീതിക്കാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ആദ്യം പറഞ്ഞൊരു 3900 സ്ക്വയർ ഫീറ്റ് 5 BHK ആയിട്ട് ചെയ്തിരിക്കുന്നു. റൂട്ട് ലൈൻ ഡിസൈൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഈ ഒരു എലവേഷൻ ഇങ്ങനെ വന്ന് കർവായിട്ട് ഡിസൈൻ ചെയ്ത് അവിടെ എൻഡ് ചെയ്യത്തക്ക രീതിയിൽ ചെയ്തിരിക്കുന്നു. അവിടെ തന്നെ നമ്മൾ ഈ സ്റ്റെപ്പിലും ഒക്കെ ആ ഒരു വേരിയേഷൻ കൃത്യമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനിലല്ല, ഓരോ സ്റ്റെപ്പുകളും നമ്മൾ അതിൽ കൺവേ ചെയ്തിരിക്കുന്നത്. കസ്റ്റമർക്കും അത് ഞാൻ പറഞ്ഞില്ല, ഏതൊരു ബെസ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോഴും അതിലെ കസ്റ്റമർ ബെസ്റ്റ് ആയിരുന്നാൽ മാത്രമേ നമുക്കത് ക്ലിയർ കട്ടായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ഈ ഒരു ഒരു ആർച്ച് പോലെ, ഈ ആർച്ച് ഡിസൈനൊക്കെ മുന്നേ നമ്മുടെ വീടുകളിൽ ചെയ്തിരുന്നു. പക്ഷേ അതിനെ നമ്മൾ ഈ ഒരു കോൺടെമ്പററി വേൾഡിലോട്ട് അല്ലെങ്കിൽ ഒരു കോൺടെമ്പററി ഡിസൈനിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കുള്ള ഒരു വേരിയേഷൻ ഉണ്ട്. അതിനെ നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു വേൾഡുമായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നതാണ് ഇവിടുത്തെ പല ഡിസൈൻസും. ഇതിവിടെ മാത്രമല്ല, നമുക്ക് അപ്പുറത്തെ സൈഡിലും ഉണ്ട്. പിന്നെ അത് ഇങ്ങോട്ട് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും, അവിടെ ഒരു ആർച്ച് കണ്ടില്ലേ, ആ ഒരു ആർച്ച് ഡിസൈൻ പലയിടത്തും. ആർച്ച് ഡിസൈൻ മാത്രമല്ല, ഇതൊരു കർവി ഡിസൈനായിട്ട് ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നു. നമ്മൾ ആദ്യം കണ്ട എലവേഷൻ്റെ ആ ഒരു ഏരിയയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തി വന്നതുപോലെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് തന്നെ റൂട്ട് ലൈൻ ഡിസൈൻ എന്നാണ്. ഇവിടെ തന്നെ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു എൽഎസ് ആയിട്ടുള്ള കർവി ഡിസൈൻസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടില്ലേ, ഇതുപോലുള്ള കർവി ഡിസൈൻസ്. അതായത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും 45 ഡിഗ്രി ആംഗിളിൽ വന്ന് എപ്പോഴും സ്റ്റക്കാവും. ആ 45 ആംഗിൾ ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു കർവി ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ വീടുകളിൽ ഫ്ലോറുകൾ പോലും കർവി ഡിസൈൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ വീട്ടിൽ ഞാനത് ചെയ്തിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ തൂത്തെടുക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് പൊടികളൊന്നും കിടക്കാതെ കിടക്കും. നിങ്ങൾക്കറിയാൻ പറ്റും, IS 22000 പോലുള്ള വലിയ ഈ ഫുഡ് മാനുഫാക്ചറിങ് കമ്പനികളിൽ അവരുടെ ഫ്ലോർ അവർ കർവാക്കി വെക്കാൻ പറയും. കാര്യം അവർ സർട്ടിഫിക്കേഷൻ കൊടുക്കണമെങ്കിൽ പോലും ആ കർവി ഡിസൈൻ അവർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയാറുണ്ട്. അതുപോലെ വീട്ടിലൊക്കെ ചെയ്താൽ നല്ലതാണ്. ഇവിടെ നമ്മൾ പലയിടത്തും ചെയ്തിരിക്കുന്ന കർവി ഡിസൈൻസാണ്. പിന്നെ ഇതിൻ്റെ എലവേഷനിൽ തന്നെ ഒരുപാട് UPVC വിൻഡോസ്, ഇവിടെ വിൻഡോസ് എല്ലാം തന്നെ UPVC വിൻഡോസ് ആണ് ചെയ്യുന്നത്. അത് തന്നെ വൈറ്റ് കളർ ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അകത്തോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ 5 ബെഡ്റൂംസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റെയർ കേസിലോട്ട് വരുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കേസാണ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കേസ് തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല സാധനങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പ്രൊജക്റ്റ് ചെയ്തെടുക്കുന്നു എന്നാണ് പറയേണ്ടത്. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഒപ്പം എന്തൊക്കെ ആവശ്യമുണ്ട്, അദ്ദേഹത്തിന് എന്തൊക്കെ പ്രൊഡക്റ്റ് ആവശ്യമുണ്ട്, ആ പ്രൊഡക്റ്റ് എവിടുന്ന് അവൈലബിൾ ആണ്, ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും അതുപോലുള്ള കാര്യങ്ങൾക്ക് ആ ഡിസൈൻ എങ്ങനെ കൃത്യമായിട്ട്, ഇപ്പോൾ ഒരു ആർക്കിടെക്റ്റ് എപ്പോഴും എന്താണ് ചിന്തിക്കുന്നത്, വ്യത്യസ്തമായ ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. വ്യത്യസ്തമായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആ വ്യത്യസ്തമായ ഡിസൈൻ അവിടെ ആ പ്രൊജക്റ്റിൽ കയറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ പ്രോജക്റ്റുകൾ എത്തുക എന്നതുകൂടി നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് കാണുന്നത്. സോ ഓരോ പ്രൊജക്റ്റും എന്തൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തോ
ആ ഡിസൈൻ ചെയ്ത കാര്യങ്ങൾ അവിടെ എത്തിക്കാനായിട്ട് നമ്മൾ ഓരോ പ്രൊജക്റ്റിലും ശ്രദ്ധിക്കാറുണ്ട്. ഇത് തന്നെയാണ് ആർക്കിടെക്ചറൽ കൺസൾട്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കൺസൾട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം കൃത്യമായിട്ട് നിങ്ങളുടെ ഭൂമിക്കനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ തന്നെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞങ്ങൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈനുകളാണ് പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്നത്. കാര്യം ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈനുകൾ ചെയ്യുന്ന കസ്റ്റമറാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഒരാൾ നിങ്ങൾക്ക് തരുന്നു. ആ രണ്ടാമതൊരു പ്രൊഡക്റ്റ് തരുമ്പോൾ നമുക്കറിയാം ആ ആളുടെ പ്രൊഡക്റ്റ് ആണെന്ന് നമുക്കറിയാൻ സാധിക്കും. അങ്ങനെ ഒരു യുണീക്ക് സാധനം നമ്മളെപ്പോഴും എല്ലാത്തിലും കൊണ്ടുവരിക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഒരു സിഗ്നേച്ചർ സാധനം വെച്ച് ഇത് ഇന്നയാൾ ചെയ്ത പ്രൊജക്റ്റാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുക എന്ന ഒരു ലക്ഷ്യമുണ്ട്. പിന്നെ എപ്പോഴും ഒരേ സാധനം ചെയ്തുകൊണ്ടിരുന്ന ആർക്കാണെങ്കിലും, അതിപ്പോൾ ഒരു കോൺട്രാക്ടർക്കാണെങ്കിലും എഞ്ചിനീയർക്കാണെങ്കിലും ഒരേ സാധനം ചെയ്തുകൊണ്ടിരുന്നത് അത് മടുക്കും. അത് അങ്ങനെ മടുക്കാതിരിക്കാനായിട്ട് നമ്മൾ ഓരോന്നിലും വ്യത്യസ്തമായിട്ടുള്ള സംഗതികൾ ചെയ്യുക എന്നൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. സോ ആദ്യം തന്നെ നിങ്ങളുടെ വീടിൻ്റെ പ്ലാൻ, അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീടിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടാകും. അപ്പോൾ അച്ഛൻ, മക്കൾ, അമ്മ, അങ്ങനെ പലതരത്തിലുള്ള ഒരു ജോയിനിങ് ഉണ്ടാകും. അവരുടെ എല്ലാ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ വീട് ഡിസൈൻ ചെയ്യുന്നു. അങ്ങനെ വീട് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് കൃത്യമായിട്ടുള്ള സ്പേസുകൾ ഉണ്ടായിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ആ സ്പേസ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഉറപ്പുവരുത്തുക. ഇപ്പോൾ നമുക്കൊരു 200 സ്ക്വയർ ഫീറ്റ് വേസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ കഥയില്ല. അതുകൊണ്ട് ആ 200 സ്ക്വയർ ഫീറ്റിൽ 100 സ്ക്വയർ ഫീറ്റിൽ 50 സ്ക്വയർ ഫീറ്റ് എത്രയായിക്കോട്ടെ, അത് കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതിനെ ഡിസൈൻ ചെയ്യുക എന്നതാണ് നമ്മുടെ ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിനുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും വ്യത്യസ്തമായിട്ടുള്ള എലവേഷൻസ്. നമുക്കറിയാം, ഇപ്പോൾ കേരള ട്രഡീഷണൽ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ട്രഡീഷണൽ ഹോംസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു ട്രഡീഷണൽ കോണ്ടംപററി മിക്സ് എന്ന് പറയുമ്പോഴും നമുക്കതിനെ ട്രഡീഷണൽ കോണ്ടംപററി ഒന്നും മിക്സ് ചെയ്യുന്നുണ്ടാകത്തില്ല, പേരിൽ മാത്രമായിരിക്കും. പക്ഷേ ലിറ്ററലി അത് മിക്സ് ചെയ്ത് കൊണ്ടുവരിക എന്നൊരു പ്രധാനപ്പെട്ട സംഗതി. ഇപ്പം ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആ ട്രഡീഷണൽ കോണ്ടംപററി കൃത്യമായിട്ടാണ് തന്നെ അത് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്യാനായിട്ടുള്ള റീസൺ ആ കസ്റ്റമർ നമുക്ക് അത്രയും ഫ്രീഡം ഉള്ളതുകൊണ്ടാണ്. കസ്റ്റമറോട് ഇതിനകത്ത് ഇതിങ്ങനെയുള്ള പുതിയ സാധനങ്ങളാണ്, അത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ബെറ്റർ ആയിരിക്കും എന്ന് ആൾക്കൂടെ അത് കൃത്യമായിട്ട് കണക്റ്റ് ആവണം. അങ്ങനെയുള്ള കസ്റ്റമർ കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. എപ്പോഴും നല്ല പ്രോജക്റ്റ് ഒരു ആർക്കിടെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് 100% ഒരു കസ്റ്റമറുടെ കഴിവ് കൊണ്ടാണ്, അല്ലെ കസ്റ്റമറുടെ ഗുണം കൊണ്ടാണ്. അല്ലെ നമ്മൾ എത്ര പറഞ്ഞാലും അവരത് ചെയ്തു കൊള്ളുന്നില്ല. കാര്യം നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ പ്രൊജക്റ്റ് ആണെങ്കിൽ പോലും അവരുടെ പേഴ്സണലാണ്, ഞങ്ങളുടെ പ്രൊഫഷണലുമാണ്. സോ അതിനെ വ്യത്യസ്തമായിട്ട് കൊണ്ടുവരിക എന്നാണ് രണ്ടാമത്തെ സംഗതി. മൂന്നാമത്തെ കാര്യം, ഏത് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു കെർവി ഡിസൈൻ നമ്മൾ കൊണ്ടുവരണം. ആ കെർവി ഡിസൈൻ ചെയ്യാൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള കോൺട്രാക്ടേഴ്സ്, എഞ്ചിനീയേഴ്സിനെ നമ്മൾ അവിടെ കൊണ്ട് ജോയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സ്റ്റെയർകേസ് ചെയ്യുന്നു, അത് വ്യത്യസ്തമായിട്ട് ചെയ്യണം. വ്യത്യസ്തമായിട്ട് ചെയ്യുമെങ്കിൽ അങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഒരു ഫേമിനെ നമ്മൾ പരിചയപ്പെടുത്തണം, അല്ലെങ്കിൽ ഫേം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ കസ്റ്റമറിലോട്ട് എത്തിക്കുക. നാലാമത്തെ കാര്യം, ഏതൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴും ആ പ്രൊഡക്റ്റിന് കൃത്യമായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഈ വീട് ചെയ്തിരിക്കുന്ന പൂർണ്ണമായിട്ട് വയർ കട്ട് ബ്രിക്സിലാണ്. ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ബ്രിക്ക് ഏതാണെന്ന് ചോദിച്ചാൽ സംശയലേശം എന്നെ പറയാനായിട്ടുള്ള ഒരേ ഒരു ബ്രിക്ക് എന്ന് പറഞ്ഞാൽ വയർ കട്ട് ബ്രിക്കാണ്. ബാക്കിയെല്ലാം 2, 3, 4 എന്ന് പറഞ്ഞുള്ളൂ. ഒന്നാമൻ എപ്പോഴും എന്താണ്, വയർ കട്ട് ബ്രിക്ക്, അല്ലെ ചൂളക്കട്ട, ഇഷ്ടിക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. ആ വയർ കട്ട് ബ്രിക്ക് വെച്ചിട്ടാണ് ഈ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ബഡ്ജറ്റ് ഒന്നാണ്, അടുത്ത കട്ടയിലോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രോജക്റ്റ് അല്ലെ അതിൻ്റെ ഒരു ബഡ്ജറ്റ് മറ്റൊന്നായിരിക്കും. സോ നമ്മൾക്ക് ഏതൊരു പ്രോഡക്റ്റും സ്പെസിഫിക്കേഷൻസ് ഉണ്ടാകും. ഇപ്പോൾ കട്ട നമ്മൾക്ക് ഇന്ന കട്ട ഉപയോഗിക്കാം, വയർ കട്ട് ബ്രിക്ക് ഉപയോഗിക്കാം, അതിൻ്റെ റേറ്റ് ഇതാണ്. ഇനി വയർ കട്ട് ബ്രിക്ക് അല്ല, ഇനി നമുക്ക് വേറെ സിമെൻറ്റ് കട്ട ഉപയോഗിക്കാം, അതിൻ്റെ റേറ്റ് മാറും. അപ്പോൾ അങ്ങനെ സ്പെസിഫിക്കേഷൻ, ഓരോ പ്രൊഡക്റ്റിനും സ്പെസിഫിക്കേഷൻ, അതിപ്പോൾ കട്ട ആയിക്കോട്ടെ, കമ്പി ആയിക്കോട്ടെ, ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന സിമൻ്റ് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം സ്പെക്കാണ് നമ്മൾ നിങ്ങൾക്ക് തരിക. ഇതിനോടൊപ്പം തന്നെ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോഴത്തേക്കും അതിൽ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ നിങ്ങൾക്ക് തരുന്നു. ആ പ്രൊഡക്റ്റാണ് അത് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ആർക്കിടെക്ചറൽ കൺസ്ട്രക്ഷനിങ്ങിലുള്ള അടുത്ത ഒരു പ്രധാനപ്പെട്ട സംഗതി. ഇതെല്ലാം കൃത്യമായിട്ട് കൊണ്ടെത്തിക്കുക. പിന്നെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട സാധനമുണ്ട്, ഇതൊക്കെ വാങ്ങിക്കുക എന്നുള്ളത്, അല്ലേ. ഇപ്പോൾ ടൈലിടുകയാണ്, നമ്മുടെ വീട്ടിലോ ടൈലിടും, നമ്മൾ ടൈല് വാങ്ങിക്കണം. ടൈല് മേടിക്കാണ്ട് നമ്മളവിടെ ചെല്ലേണ്ട ഒരു ടൈൽ ഷോറൂമിലാണ് ചെല്ലേണ്ടത്. ഇനിയിപ്പോൾ ഒരു പെയിൻറ്റ് വാങ്ങിക്കണം, നമ്മളൊരു പെയിൻറ്റ് ഷോറൂമിലോട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാക്കിയുള്ള സ്ഥലത്തു നിന്ന് കിട്ടുന്നതിനേക്കാൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രൊഡക്റ്റ് കിട്ടും. കൂടാതെ നമുക്ക് സ്പെസിഫിക്കേഷനിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മേടിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന നമ്മുടെ ഹോം ഡിപ്പോ ആണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ സംപ്രീതം വീടൊക്കെ ചെയ്തത് അവരായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന റെയിൻ ഗാർഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ കുറേയേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെയിൻറ്റ്സ് ഉണ്ട്, മിനറൽ പെയിൻറ്റ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പെയിൻറ്റാണ് നമ്മൾ ഈ പ്രോജക്റ്റിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലായിടത്തും കിട്ടും എന്നല്ല, എല്ലായിടത്തും കിട്ടില്ല എന്നല്ല പറയുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരാൾ തരുമ്പോഴത്തേക്കും, മുന്നേ നമ്മൾ പലരും ആൾക്കാരും ഒരു സാധനം ചെന്ന് അവിടെ നിന്ന് മേടിക്കുമ്പോൾ അവർക്ക് കൊടുത്തിരുന്ന കമ്മീഷനായിരുന്നു. പക്ഷേ ഇവിടെ നമുക്കതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കസ്റ്റമർക്ക് ആ ബഡ്ജറ്റിൽ കുറച്ച് റേറ്റ് കുറച്ച് കിട്ടുന്നു എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ. അങ്ങനെ വരുമ്പോഴത്തേക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൺസൾട്ടിങ്ങിന് ഒരു റേറ്റ് ഉണ്ട്, ആ റേറ്റിൽ നിങ്ങൾക്കത് കുറഞ്ഞു വരും. അപ്പോൾ നോർമലി നമ്മുടെ കൺസൾട്ടിങ് പ്രൈസിനേക്കാളും പകുതി പ്രൈസിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യും.
ടോട്ടൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ കൺസൾട്ടിങ് പ്രൈസ് നമ്മൾ പറയുന്നതിനേക്കാൾ ഒരു പകുതി പ്രൈസ് ആവുകയും ചെയ്യും. അപ്പോൾ സ്പെസിഫിക്കേഷൻ തരുന്നതോടൊപ്പം തന്നെ പ്രൊഡക്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നതോടുകൂടെ തന്നെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടുന്ന് പ്രൊഡക്റ്റുകൾ എടുക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് റേറ്റ് ബഡ്ജറ്റ് ബാക്കിയുള്ളിടത്തു നിന്ന് കുറച്ച് വാങ്ങിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ വീട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീടിൻ്റെ തുടക്കം, അതിൻ്റെ പ്ലാന്, അതിൻ്റെ എലവേഷൻ, ഡിസൈൻസ്, ഡ്രോയിങ്സ്, അതായത് 100-ൽ പരം വരുന്ന ഡ്രോയിങ്സ്, പെർമിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ എക്സിക്യൂഷൻ സമയത്ത് സ്പെസിഫിക്കേഷൻസ്, ബാക്കി അത് ചെയ്യാനായിട്ടുള്ള ആൾക്കാരുടെ സജഷൻസ്, മെറ്റീരിയൽ പ്രൊവൈഡിങ് സജഷൻസ്, ഇതെല്ലാം ഞങ്ങൾ തരുന്നതായിരിക്കും. മതിൽ തൊട്ട് കിണർ തൊട്ട് വീട് പൂർത്തിയായി കീ ഹാൻഡ് ഓവർ വരെ ലാസ്റ്റ് വരുന്ന നമ്മുടെ എന്താ പറയുക ലാൻഡ്സ്കേപ്പിംഗ് വരെ നമ്മുടെ ഇതിൽ ഉൾപ്പെടും എന്നാണ് ചുരുക്കം. പറയട്ടെ, ഞങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ ആ 3 മിനിറ്റുള്ള റീലിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് വീണ്ടും എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള പ്രൊജക്റ്റുകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കേരളത്തിൽ എല്ലായിടത്തും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇനി കൺസൾട്ടിങ് പൂർണ്ണമായിട്ട് സൂപ്പർവിഷൻ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കൺസൾട്ടിങ് ഡിസൈനിങ് മാത്രമായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും 2 പ്രൈസാണ്. അതിനായിട്ട് നിങ്ങളുടെ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. കാര്യം ഓരോ താരീഫായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനാണ് ഞങ്ങൾ പ്രൈസ് തരിക. സോ അതുകൊണ്ട് തന്നെ ആ നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രൈസുകളും കാര്യങ്ങളും കിട്ടുന്നുണ്ടാകും. പറഞ്ഞു വന്നത്, വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകൾ വീടുകൾ ചെയ്യാനായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കൂ. അതിനായിട്ട് ഞങ്ങളുണ്ട്, ഡിയോറ ഡിസൈൻ ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ. അപ്പോൾ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നേരിട്ട് വിളിച്ചാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും നേരിട്ട് വിളിച്ചാൽ പറഞ്ഞുതരും. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറകെ വരും. വീണ്ടും പറയട്ടെ, നമ്മുടെ പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ വന്ന് കാണാം. ഇപ്പോൾ ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ തീരും. കൂടാതെ നടന്ന് പൂർത്തിയാക്കിയ വീടുകൾ നമ്മളെടുത്ത് കാണിക്കുന്നുണ്ടാകും. സോ വന്ന് കണ്ട് നിങ്ങളുടെ എന്താ പറയുന്നത് വിശ്വാസ്യതയോടെ പ്രൊജക്റ്റ് ആയോ. ബാക്കിയൊന്നും പറയാനില്ല. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതൊരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്ത്യ.